ഒരു സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് തിരികെ ചെല്ലാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെഷ്യാലിറ്റി കാണത്തില്ലേ? ഇന്ന് അത്തരത്തിലുള്ള ഒരു യാത്രയാണ്. കെയ്റ്റ് കാർണിയുടെ കോട്ടേജ്. ഇവിടെ നിന്നാണ് മലകളും താഴ്വരകളും ചേർന്ന ഈ അത്ഭുത ലോകത്തോട്ടുള്ള തുടക്കം. ഇനി കെയ്റ്റ് കാർണി ആരാന്നറിയണ്ടേ? 18-ാം നൂറ്റാണ്ടിൽ സൗന്ദര്യത്തിലും കരുത്തിലും പാചകത്തിലൊക്കെ ഇവിടെയുള്ളവരുടെ മനം കവർന്നൊരു യുവതിയാണ് അവൾ. തന്റെ സ്വന്തം കൈപുണ്യത്താൽ അവൾ ഉണ്ടാക്കിയിരുന്ന പൊട്ടീൻ എന്ന ഐറിഷ് സ്പിരിറ്റ് തേടി പല നാടുകളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു. ഇന്നും 7 തലമുറകളായി അവളുടെ കൈപുണ്യം നിലനിർത്തിക്കൊണ്ടാണ് ഈ കോട്ടേജ് നിലകൊള്ളുന്നത്. ഇവിടെ നിന്നും മുന്നോട്ടേക്ക് യാത്ര തുടരാൻ പല ഓപ്ഷൻസും ഉണ്ട്. അതിലേത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. നടന്നു പോകാം, സൈക്ലിങ്ങിന് പോവാം, കുതിരവണ്ടിയിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിലും പോവാം. കുതിര സവാരി നടത്താനാണെങ്കിൽ ഒരാൾക്ക് 30 യൂറോ വീതം നൽകണം. അതല്ലാതെ ഇങ്ങോട്ടേക്ക് വേറെ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ കാണുന്ന ഈ ബോക്സുകൾ കുതിരകൾക്ക് വേണ്ടിയുള്ളതാണ്. ഹോഴ്സ് ബോക്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കുതിരകളെ പല സ്ഥലങ്ങളിലേക്കും സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണിവ. നല്ല രീതിയിൽ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ടും പിന്നെ കുതിരവണ്ടി പകുതി വരെ പോവുകയുള്ളൂ എന്നറിഞ്ഞതുകൊണ്ടും നമ്മൾ കാറിൽ തന്നെ യാത്ര തുടരാൻ തീരുമാനിച്ചു. ഏകദേശം 12 കിലോമീറ്ററോളം ഡ്രൈവുണ്ട്. വളവുകളൊക്കെയുള്ള ഒരു നാരോ റോഡാണ്. മാത്രമല്ല റോഡിൽ കാൽനട യാത്രക്കാരും സൈക്കിൾ സവാരികളും കുതിരവണ്ടിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ഡ്രൈവ് ചെയ്യാവൂ. റോഡിന്റെ ഇരുഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ഉയർന്ന മലനിരകളാണ്. അയർലൻഡിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ. ഏകദേശം 1038 മീറ്ററാണ് ഉയരം. നമ്മൾ എത്തുന്നത് ഒരു ബ്രിഡ്ജിലോട്ടാണ്. പാലം ഇത്തിരി ചെറുതാണെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട്. സത്യസന്ധമായി ഒരാഗ്രഹവുമായി ഈ പാലം കടന്നാൽ അത് സാധിച്ചു കിട്ടുമെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. ഇവിടെ ഈ പാറകളുടെ ഇടയിലൂടെ ഓളം തള്ളി ഒഴുകുന്ന ഈ നദിയാണ് റിവർ ലോ. 5 തടാകങ്ങൾ ചേർന്ന് രൂപപ്പെടുന്നതാണിത്. മുൻപ് ഇവിടെ വന്നപ്പോൾ മഞ്ഞും വെയിലുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളും ഉണ്ടായിരുന്നു. ഇന്ന് പ്രകൃതി ആകെ കാർമേഘങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുകയാണ്. ഓരോ തവണയും ഓരോ ഫീലാണ് ഇവിടെ. ഈ യാത്രയിൽ പലയിടങ്ങളിലായി നമുക്ക് പല നിറങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആടുകളെ കാണാൻ പറ്റും. ചിലത് വഴിയിലുണ്ടാവും, ചിലത് പാറക്കെട്ടുകളുടെ ഇടയിലും ഉണ്ടാവും. ഇവയെ കൂടാതെ ഇവിടെ മഴയുള്ളപ്പോൾ മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നാണ് പലയിടങ്ങളിലായി രൂപപ്പെട്ടിട്ടുള്ള വാട്ടർഫോൾസ്. ഒരു സ്ഥലത്ത് തന്നെ എത്ര തരം കാഴ്ചകളാണല്ലേ! ഇവിടുത്തെ ആകാശമാണെങ്കിൽ വേഗത്തിൽ മാറുന്നത് പോലെയാണ്. മഴയും സൂര്യനും മഞ്ഞും കാറ്റും എല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നു. മുന്നോട്ട് യാത്ര തുടരുമ്പോഴേക്കും മഴ നനക്കാൻ തുടങ്ങി. റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. സേഫ്റ്റി മുഖ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചു ദൂരം പോയപ്പോഴേക്കും കുറച്ചു നേരത്തേക്ക് യാത്രയൊക്കെ നിർത്തിവെച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കൂട്ടിന് പതിവ് കട്ടനും സ്നാക്സും ഉണ്ടായിരുന്നു. മഴയും കാറ്റും ഒക്കെ ഒന്ന് തെല്ല് തോർന്നപ്പോഴേക്കും യാത്ര തുടർന്നു. നേരെ എത്തുന്നത് ബ്ലാക്ക് വാലിയിലോട്ടാണ്. ഐറിഷ് ചരിത്രത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രാചീന പ്രദേശങ്ങൾ ഒന്നാണിത്. ആകെ മൊത്തത്തിൽ ഇരുണ്ടു മൂടിക്കിടക്കുന്ന ഒരിടം. അതുകൊണ്ടാവണം ഇതിന് ഈ പേര് കിട്ടിയതും. അയർലൻഡിൽ വൈദ്യുതി ഏറ്റവും ലാസ്റ്റ് എത്തിയ സ്ഥലവും ഇതാണ് പോലും. 1976 വരെ ഇവിടെ ലൈറ്റ് പോലും ഇല്ലായിരുന്നു. ഒറ്റപ്പെട്ട വീടുകളും കാടും ഒക്കെ ആയിട്ടാണ് ഇവിടെയുള്ളവർ ജീവിച്ചിരുന്നത്. ഒരു തണുത്ത നിശബ്ദതയിൽ ഒരുപാട് കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ച് നമ്മെ കാത്തിരിക്കുന്ന ഒരു സ്വപ്ന ഭൂമിയാണിത്. ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും ഓരോ യാത്രയും വേറിട്ട അനുഭവങ്ങളുമായിട്ടാണ് മടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയും കാഴ്ചകളും എല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.